ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുകൊണ്ട് വിശേഷം? സോ ഇന്നലെ നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടും നമ്മുടെ ടെലഗ്രാം ചാനൽ ആക്റ്റീവായിട്ട് നമ്മളെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു വീഡിയോസ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള സ്റ്റോക്സ് എല്ലാം നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നടത്തി അതിൻ്റെ ഒരു ബേസിനെ കുറിച്ചും ഡിമാൻഡ് ഏരിയാസിനെ കുറിച്ചും സപ്ലൈ ഏരിയാസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസും കണ്ടൻസും ഒക്കെ നമ്മൾ ഇന്നലെ തൊട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ അത് എല്ലാവരും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് കടക്കുകയാണ്. അതിൻ്റെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പം ടെലിഗ്രാം ചാനലിൽ മോസ്റ്റ് 85+ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ടും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പിൻ ചെയ്തിട്ടുണ്ട്. അത് മറക്കാതെ ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് ഏരിയയിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിലും എനിക്ക് ടെലിഗ്രാം വഴി മെസ്സേജ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ചാനൽ ജോയിൻ ചെയ്ത ശേഷം മെസ്സേജ് ചെയ്യാം. അപ്പോൾ അതെല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീ മാർക്കറ്റ് സെഷനിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ എന്താ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രേഡ്സിലേക്ക് കടക്കും മുന്നേ ഒരു കാര്യം മനസ്സിലാക്കുക. മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി വീണ്ടും ഉണ്ടാവുന്നുണ്ട്. ഇപ്പം US ആൻഡ് ഇസ്രായേൽ ഇറാനെ സ്ട്രൈക്ക് ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു ന്യൂസ് ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ പരക്കുന്നുണ്ട്. സോ ഓയിൽ വിലയിലും ഗോൾഡ് വിലയിലും സ്റ്റോക്ക് മാർക്കറ്റിലെല്ലാം അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. എന്താണ് ലോകത്ത് നടക്കണമെന്നോ യുദ്ധഭീതി ഉണ്ടാകുമെന്നോ അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡോ ജോൺസ് ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യാണ്. S&P ആൻഡ് നാസ്ഡാക്ക് ക്ലോസിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലോസും ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ്സിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ എല്ലാം പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നത്. 20 പോയിന്റ്സിൻ്റെ അല്ലെങ്കിൽ 30 പോയിന്റ്സിൻ്റെ ഇടയിൽ ഇപ്പം നിലവിൽ അപ്സൈഡ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റി, സിംഗപ്പൂർ നിഫ്റ്റി. സോ മേ ബി നമുക്കൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ന്യൂട്രൽ ഓപ്പണിംഗിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ടോട്ടലി ജാപ്പനീസ് മാർക്കറ്റ്സ് കണ്ടിന്യൂഷൻ നടത്തുകയാണ്. ഒരു ഗുഡ് അപ്പർ സൈഡ് മൂവ്മെന്റ് അവിടെയും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നിഫ്റ്റിയുടെ അവസ്ഥ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രാഡേ ലെവലിൽ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഇന്നലത്തെ ലെവൽസ് അതേപോലെ കീപ്പ് ചെയ്യുകയാണ്. അത് കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു 25,800 ലെവലിലേക്ക് മാർക്കറ്റ് ഇന്നലെ സ്ലൈറ്റ്ലി വന്നു. അതിൻ്റെ അവിടെ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ നേടുന്നു. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് ഹോൾഡ് ഓൺ ചെയ്യണമെന്ന്, മാർക്കറ്റ് ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ 25,800 റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോകണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ലിക്വിഡിറ്റി എടുത്ത് താഴത്തെ ഒരു ഡിമാൻഡ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 25,600 എന്ന് പറയുന്നത് അത്യാവശ്യം മാർക്കറ്റിന് ഒരു സപ്ലൈ അടിച്ചാൽ ഡിമാൻഡായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സോൺസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. ആ ഏരിയ ബ്രേക്ക് ചെയ്ത മുന്നത്തെ ഏറ്റവും നല്ലൊരു സപ്പോർട്ട് റേഞ്ച് 25,300. അപ്പോൾ നമ്മുടെ ലെവൽസ് എല്ലാം വരച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഏതൊക്കെ ഏരിയയിലാണ് ഡേഞ്ചറസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി നമ്മൾ മാർക്കറ്റ് ഒരു സപ്ലൈ ഏരിയയിൽ എന്താ പറയുക എൻ്റർ ആയിട്ടുണ്ട്. സോ ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്ത് ഒറ്റ ഗ്യാപ് ഡൗണിലേക്ക് വരുമെന്നോ അതോ ഈ ഒരു ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് തന്നെ പോകാനുള്ള ടെൻഡൻസി കാണിക്കുമില്ല എന്നുള്ളതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 25,800 സക്സസ്ഫുള്ളി ക്ലിയർ ചെയ്ത് കുറേ നേരം അതിന് മുകളിൽ ട്രേഡ് ചെയ്യുകയാണ്. മേ ബി ഒരു 100 to 200 പോയിന്റ്സിൻ്റെ മൂവ് മാർക്കറ്റിന് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക 26,000 കടന്നു കിട്ടിയാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വീണ്ടും ഓൾ ടൈം ഹൈയിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ്. അന്നത്തെ US ഇന്ത്യ ട്രേഡ് ഡീലിന് ശേഷമുള്ള ഒരു കൺസോൾട്ടേഷൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും ട്രേഡ് ചെയ്യണേ എന്നുള്ളൊരു ബിഗ്ഗർ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വേറെ എന്തെങ്കിലും സ്റ്റോക്സ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുണ്ടോ എന്നുള്ളൊരു ന്യൂസസ് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പം ഡോക്ടർ റെഡ്ഡിയുടെ ഒരു ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ അറിയായിരിക്കും. അവർ UK ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് ഉള്ള ഒരു കമ്പനിയിൽ ഏതാണ് മെർക്കുറി ഫാർമ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡെഫിനറ്റീവ് എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ട്രേഡ് മാർക്ക് അക്വയർ ചെയ്യുന്നുണ്ട്. പിന്നെ അസറ്റ്സ് ഒക്കെ എല്ലാം വിത്ത് റിലേറ്റഡ് അസറ്റ്സും അക്വയർ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം ഡോക്ടർ റെഡ്ഡിയുടെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൂവൽ 2,000 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അത് അക്രോസ് ബ്യൂട്ടി ആൻഡ് വെൽനസ് കെയർ, ബ്യൂട്ടി വെൽബീയിങ് ആൻഡ് ഹോം കെയർ പ്രൊഡക്ട്സിലേക്ക് 2,000 കോടിയിലധികം വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവർ പുതിയതായിട്ട് ചെയ്യുന്നുണ്ട്. സോ റിസർച്ച്, പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ് അങ്ങനെ പല കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്. പിന്നെ സൈഡസ് ലൈഫ് സയൻസിന് USFDA ഫൈനൽ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ബോസൻടാൻ ടാബ്ലറ്റ്സ് ഒരു ഓറൽ സസ്പെൻഷനാണ് 32 gram Gയുടെ. അപ്പോൾ പൾമിനറി ആർട്ടറി ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഫൈനൽ അപ്രൂവൽ USFDA ഭാഗത്ത് നിന്ന് സൈഡസ് ലൈഫ് സയൻസിന് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ NCCക്കുള്ളൊരു ന്യൂസ് ഉണ്ട്. NCCയുടെ ന്യൂസ് എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 2 വർഷത്തേക്കാണ് ഓർഡർ വരുന്നത്. അപ്പം ടെൻഡറും ബിഡിങ് എല്ലാം നടന്നു പോകുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് ഏതാ ഉണ്ടല്ലേ? ഓക്കെ, ഇന്തോനേഷ്യയിൽ TVS മോട്ടോർ കമ്പനിയിലാണെങ്കിൽ ഒരു 1 million യൂണിറ്റ്സ്
ടോട്ടൽ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. 19 വർഷത്തിന് മുന്നെയാണ് അവിടെ ഇന്തോനേഷ്യയിൽ പ്രൊഡക്ഷൻ TVS മോട്ടോർ കമ്പനി തുടങ്ങിയത്. സോ അങ്ങനത്തെ ഒരു ന്യൂസസും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കമ്പനി സംബന്ധിച്ചുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് ഒന്നുമില്ല. പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിന് 2000 കോടിയുടെ ഒരു ഓർഡർ, ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഫ്രാൻസ് ബേസ്ഡ് CMA CGM ഫോർ ദ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ. എന്തിനാണ് 6 ഫീറ്റ് കണ്ടെയ്നർ വെസൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറാണ്, ഒരു കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് വഴി LNG വഴി വർക്ക് ചെയ്യുന്ന മോസ്റ്റ്ലി 1500 TEU കപ്പാസിറ്റി ഉള്ള ഒരു വെസൽസിന് വേണ്ടിയിട്ടുള്ള ഇതാണ്, പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഇതാണ് സൈൻ ചെയ്തിരിക്കുന്നത്, കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യത്തെ വെസൽ 36 മാസത്തിനുള്ളിലും ബാക്കി വെസൽ 64 മാസത്തിനുള്ളിലും പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയി കൊടുക്കണമെന്നാണ് ഷിപ്പ്യാർഡ് ചെയ്തേക്കുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ന്യൂസസ് മാർക്കറ്റിൽ നിലവിലുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ രാവിലെ ഞാൻ കുറച്ച് ഫോക്കസിൽ വെക്കുന്ന സ്റ്റോക്സ് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ ഫോക്കസിലുള്ള സ്റ്റോക്സ് ഞാൻ പറഞ്ഞു തന്നേക്കാം. ഇന്ന് എൻ്റെ ഫോക്കസിലുള്ള സ്റ്റോക്കുകളൊന്ന് GMDC ആണ്. അത്യാവശ്യം നല്ലൊരു സ്ട്രക്ചർ കണ്ടിട്ടാണ് GMDC എടുത്തത്. നിങ്ങൾ നോക്കുക, അത്യാവശ്യം പുള്ളി സ്ട്രക്ചറാണ്. GMDCയുടെ പ്രത്യേകം നോക്കിയാൽ മതി. കറക്ഷൻ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള കറക്ഷൻ GMDCയിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. കറക്ഷനൊക്കെ ശേഷം നല്ലൊരു സ്ട്രക്ചർ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. വളരെ കമ്പല്ലിങ് സ്ട്രക്ചർ എന്ന് തന്നെ നമുക്ക് പറയാം. GMDCയിൽ കമ്പല്ലിങ് ആയിട്ടുള്ള സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. GMDC കണ്ടില്ലേ, ആസെൻഡിൻ ട്രയാങ്കിൾ പാറ്റേൺ എന്ന് പറയാം. പാറ്റേൺസ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ കരുതാം. പക്ഷെ അങ്ങനെ എന്ത് വേണോ കരുതാം, പാറ്റേൺസ് മാത്രമല്ല, എന്ത് വേണോ ട്രേഡ് ചെയ്യാം. നമുക്ക് അതിൻ്റെതായ ഒരു സെറ്റപ്പ് ഉണ്ടായാൽ മതി. എന്തായാലും അത്യാവശ്യം നല്ലൊരു സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നത് GMDC ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഇവിടെ കാണാം. അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേണിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് 576 ഇപ്പോൾ കറമൊക്കെ പ്രൈസ്. നമുക്ക് നോക്കാം എന്താവും GMDCയുടെ പെർഫോമൻസ് എന്നുള്ള കാര്യം. ഓക്കെ, ഇത്രയും കാര്യം. ഇപ്പം ഇതുമുണ്ട്, MCXും എൻ്റെ ഫോക്കസിലുണ്ട്, ഞാൻ കാണിക്കാം. ഈ 2 സ്റ്റോക്കാണ് ഇന്ന് എൻ്റെ ഫോക്കസിലുള്ളത്. ഇത് നോക്കുകയാണെങ്കിൽ അറിയാം, MCXും ഇതും കൂടെയാണ് എൻ്റെ ഫോക്കസിൽ. MCX നോക്കുകയാണെങ്കിൽ സ്പ്ലിറ്റിനൊക്കെ ശേഷമാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഈ സ്റ്റോക്ക് ഒരു ഡിമാൻഡ് എടുത്ത് നിൽക്കുകയാണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ലോങ് വിക്ക് എന്താ പറയുക അബ്സോർപ്ഷൻ കാണാം. ഇവിടെ ഒരു ലോങ് വിക്കോടെ തന്നെ ഇറങ്ങിയ ശേഷം മാർക്കറ്റ് തിരിച്ചു കയറിയ ഒരു ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട്. സോ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കുകളിലൊന്ന് MCX ആണ്. ഡിമാൻഡ് വാലിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഈ ഒരു ഡിമാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ MCXും എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ടാവും. ഓക്കെ, ഈ 2 സ്റ്റോക്കായിരിക്കും ഇന്ന് എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഉള്ളത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ ചാനൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ഇടാം. മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുകയാണ്. താങ്ക് യു.